സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷം മുഴുവനും ദൈവം ജയത്തോടെ വഴി നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കും. ഈ ദിവസങ്ങളിൽ വർഷങ്ങൾ നോക്കിയ സ്പീഡ വർഷങ്ങളുടെ സ്പീഡിനനുസരിച്ച് നമ്മളും സ്പീഡ് കൂട്ടി മുമ്പോട്ട് പോകുവാനിടയായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവസ്ഥ ഇരിക്കുന്നത് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ ആത്മീക നന്മകൾ പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കാനിടയായിട്ടുണ്ട്. 2023 അനുഭവങ്ങളല്ല 24. സ്വത്രം ഏതെല്ലാം നിലകളിലൂടെ ദൈവം നമ്മെ വഴി നടത്തുമെന്ന് നമുക്കറിയില്ല. എന്നാൽ അവിടെയൊന്നും നമ്മൾ ക്ഷീണിച്ചു പോകാതെ, നമ്മൾ വീണു പോകാതെ, തളർന്നു പോകാതെ കർത്താവിന് വേണ്ടി നിലകൊള്ളുക ദൈവം നമ്മെ സഹായിക്കണം. അതിന് ദൈവസഭയിൽ കാത്തിരിക്കണം, ഘോഷിക്കണം, പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിച്ച് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നിൽക്കുവാൻ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. നേതൃത്വമുള്ള കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. സ്തോത്രം. അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കട്ടെ. കടന്ന എല്ലാ സഹോദരിമാർക്കും ഉദാഹരണമാർക്കും യേശുക്രിസ്തുനാമത്തിലുള്ള വന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. ദൈവങ്ങൾക്ക് കടന്നു സഹായിച്ച് ഞാൻ സാധനം വന്നിട്ടില്ല. അദ്ദേഹം നമ്മുടെ സെമിത്തേരിയുടെ വഴി ഇന്റർലോക്ക് ചെയ്യാനായിട്ട് അവരെ പ്രാർത്ഥനയ്ക്കുള്ളത് ഇങ്ങനെ വിശ്വാസത്തിലുമായിട്ടൊക്കെ വരും. നമ്മുടെ ആത്മീയത്തെ തകർക്കാൻ ഞാൻ ഇത് ഇത്തിരി അനുഭവിച്ചതാണ്. അവസരമൊക്കെ പണി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലാത്ത അവസരത്തിൽ പ്രാർത്ഥന വെക്കുമ്പോൾ അന്ന് മണിയാരെ കോൺട്രാക്ട് വിളിച്ചാൽ ഇന്ന് 3-4 പേരെ കൊടുത്തു. പിന്നെ രാവിലെ ഓടി വന്ന് പണിയാരുടെ പണിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ച് തിരുവല്ലായി ചെന്ന് സൂസനം കയറ്റിയാണെന്ന് വരും. പിന്നെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകളൊക്കെ ഈ സ്വന്തം ഇങ്ങനെയുള്ള നിലപാട് വെച്ചാൽ ഇതൊക്കെ ആത്മീയ ജീവിതത്തിലെ ഒക്കെ പോരാട്ടങ്ങൾ. നമ്മൾ ദിവസം 2 ദിവസം ഊസികളൊന്നും ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നിട്ട് നമ്മളെ ഇങ്ങനെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന അനുഭവമില്ല. നടക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് വളരെ അനുഗ്രഹത്തോടെ പൂർത്തീകരിപ്പാണ്. നമുക്ക് ദൈവസഭയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്വന്തം അല്പസമയം കർത്താവിൻ്റെ ദാസത്തിൽ 30 മിനിറ്റ് ദൈവജനത്തിലൂടെ സംസാരിക്കുന്ന ഗസ്റ്റുകളായിട്ട് ആരുമില്ല. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനും അല്പസമയം തിരുവചനത്തിൽ സംസാരിക്കും. അത് നമുക്ക് വളരെ അനുഗ്രഹമായി ചെയ്യുക. ഇന്നലെ വൈകാലത്ത് ദാസനെ നമ്മൾ വണ്ടി അയച്ചു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷ കർത്താവ് ചെയ്തപ്പോൾ ദൈവം സഹായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. എപ്പോഴും നമ്മൾ ഇങ്ങനെ തരണേ എന്ന് പ്രാർത്ഥിക്കും അല്ലേ? അത് ചെയ്യണം, ഇത് ചെയ്യണം, തന്നതിനായി എന്ന് പ്രാർത്ഥിക്കും. അതിനുള്ള ആത്മധൈര്യം നിങ്ങൾക്ക് വേണം. നമ്മുടെ വിഷയം പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന വിഷയം എനിക്ക് കർത്താവ് തന്നതിനായി, അതിന് മറുപടി തന്നതിനായി, അങ്ങനെ പ്രാർത്ഥിപ്പാനായിട്ട് നമ്മളെ ഒരു വിശ്വാസം അകത്തളത്തിലുണ്ടാകും. നമുക്കറിയാം അബ്രഹാമിന്റെ വിശ്വാസം. സ്വന്തം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തതാണ്. അതൊരു നീതിയായി കണ്ടു. നമ്മൾ വിശ്വസിക്കണം, എന്റെ കർത്താവ് ഇതെനിക്ക് വേണ്ടി ചെയ്യും, ചെയ്യാൻ പ്രാപ്തൻ എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോഴാണ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ്റെ. നമ്മുടെ വിശ്വാസത്തിന് മേലെ ദൈവം പ്രവർത്തിക്കുന്നത്. പ്രാർത്ഥന കൂടുതലൊന്നും സ്വത്രം നമ്മുടെ വിശ്വാസം എപ്രകാരമായിരിക്കുന്നു അത്രത്തോളം. കനാനിയക്കാരിയ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നേച്ച് സ്വത്രം എന്റെ മകൾക്ക് ഭൂതോദ്രം കഠിനമായിരിക്കും, സൗഖ്യമാക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, മക്കളെ അപ്പോഴത്തെ നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല. സ്വത്രം നമ്മൾ വിട്ടുമാറിയില്ല. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ വേണ്ടാന്ന് പറഞ്ഞേ പോയി ഇങ്ങനെ തന്നെ പറഞ്ഞേ. സ്വത്രം ദൈവദാസനാണെന്നൊന്നും ചിന്തിക്കത്തില്ല. സ്വത്രം രക്ഷിതാവാണെന്നോ കർത്താവാണെന്നോ ചിന്തിക്കത്തില്ല. ഇതേ പറയത്തുള്ളൂ. സ്വത്രം അത്ര കഴിവുകളൊന്നും വേണ്ടെന്ന്. എന്നാൽ അവൾക്കറിയാം കർത്താവിന്റെ അടുക്കൽ വിടുതലുണ്ട്. സ്വത്രം അവൾ പറയാണ്, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. സ്വത്രം അവിടെ ആ വിശ്വാസത്തിന്മേലാണ് ദൈവം പ്രവർത്തനം. ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കർത്താവ് നമുക്ക് ചെയ്ത് തന്നിരിക്കുക എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ അകത്തളത്തിലുണ്ടാകുന്നു. അതിൽ നിന്ന് ഉയരുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് 2023 പ്രാപിക്കാത്ത ചില വിഷയങ്ങൾ നമ്മൾ വിശ്വാസത്തോടെ കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ 2024 അതിന് മറുപടി നമ്മളെ കയ്യിൽ പ്രാപിക്കാൻ പോകും. എത്രയും വിശ്വസിക്കുന്നു ശുശ്രൂഷിക്കും. Praise the Lord.
നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ 2023 വർഷം ഡിസംബർ മാസത്തിൻ്റെ ഈ 30-ാം തീയതിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ പകൽ ദൈവസ്ഥ ഞങ്ങൾക്ക് ആയിരിക്കാൻ കർത്താവ് ഞങ്ങളോട് കാണിക്കുന്ന കരുണയോർത്ത് ദയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. യഹോവ തന്റെ ജനത്തെ ശക്തി നൽകുന്നു, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു എന്നുള്ള വചനം പോലെ തന്നെ അതാവേ കഴിഞ്ഞ ഒരു വർഷം 364 ദിവസങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് ശക്തി നൽകിയല്ലോ. അങ്ങനെ സമാധാനം ഞങ്ങളുടെ ഉള്ളിൽ പകർന്ന് അതാവേ ജയോത്സവം ഇത്രത്തോളം ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെയും, വാർത്തയിലാക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെയും, ഞങ്ങളുടെ കർത്തദാസന്മാരെ എല്ലാം കർത്താവ് വഹിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരും ഏൽപ്പിച്ച അവരുടെ ദൗത്യങ്ങൾ അത് പൂർത്തിയിരിപ്പാൻ കർത്താവ് ഇന്ന് പകൽ വരെ സഹായിച്ച എല്ലാ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകലത്താ ഞങ്ങൾക്ക് ഏൽപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു സൃഷ്ടിച്ച ദേവദാസിനെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വൻകാര്യങ്ങൾ തന്നെ കൊണ്ട് കർത്താവിനെ ചെയ്യിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്തു വന്ന എല്ലാ ദൈവമക്കളെയും കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി സൃഷ്ടിയുടെ ബന്ധത്താവെ സഹായിക്കുന്ന സംഭാഷ കുടുംബത്തിനായും അലിപാശ കുടുംബത്തിനായും സന്തോഷപാശ കുടുംബത്തിനായും ഒക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചെന്നായി സ്തോത്രത്തിന്റെ മകനും കുടുംബത്തിനായി സ്തുതി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെ നയിക്കുവാൻ ഞങ്ങളുടെ ആത്മാവ് ഏൽപ്പിച്ച പാസ്റ്റനായി സ്തോത്രം, സൂസനാനിക്കായി സ്തുതിക്കുന്നു. നൽകിയ 2 മക്കൾക്കും അവരെ കുടുംബ ജീവിതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നവരെയും ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താത്മ വീണ്ടും ഞങ്ങളോട് സംസാരിക്കുകയായി സ്തോത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കുന്ന വചനം ഞങ്ങളുടെ കാതുകൾക്ക് ഇന്ന് പകൽ കേൾപ്പാൻ നമ്മെ സൗഭാഗ്യം കൃപയെ നൽകിയതോട്ട് ഞങ്ങൾ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് ദൂരസ്ഥരായിരിക്കുന്ന ഞങ്ങളുടെ താവേശ സൗരിമാർക്ക് കർത്തദാസന്മാർക്ക് അനുഗ്രഹമായി സൗഖ്യമായി ബലമായി തിരുവാം ദൈവാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തന്നെ ഇന്ന് ശോധന ചെയ്യുന്ന പകലാക്കി തീർക്കണമേ. ഈ വർഷത്തെ അവസാനത്തെ ഉപവാസ പ്രാർത്ഥനയാണല്ലോ. കർത്താവിന് വൻകാര്യങ്ങൾ ചെന്ന് കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കടന്ന എല്ലാ ദൈവമക്കൾക്കും പാസ്റ്ററും കുടുംബത്തിനായി സ്തോത്രം ചെയ്ത എല്ലാവർക്കും യേശു ക്രിസ്തുവിനെ വന്ദനം അറിയിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽ ദൈവസഭയുടെ ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ പകൽ ഞങ്ങൾക്ക് ആദ്യമായി ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ആത്മാവ് ഇന്നലെ പകൽ ശക്തമായി സംസാരിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്ന് പകലും ദിവസവും നമ്മൾ തന്നെ സമർപ്പിക്കാം. സ്തോത്രം. കടന്നു എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഉള്ളം കഴിഞ്ഞു 364 ദിവസം, ഇന്ന് ഉൾപ്പെടെ 364 ദിവസം ഈ വർഷം കർത്താവ് നമ്മൾ ഉള്ളം കയ്യിൽ വഹിച്ച് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദാനമായി നൽകിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താത്മാവ് നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് സ്തോത്രം. 2-3 ആഴ്ച വെള്ളിയാഴ്ച മുമ്പേ ഞാൻ ക്ഷമ ചോദിച്ചെന്നാൽ വീണ്ടും ക്ഷമ ചോദിക്കട്ടെ. സ്തോത്രം. കർത്താവ് പാസ്റ്റർ സ്തോത്രം വന്ന ഞായറാഴ്ച മുതൽ ഇന്ന് വരെ ഇല്ല, ഇന്ന് അറിയില്ല സ്തോത്രം, ഇന്ന് വരെയും തന്ന സമയത്തിന് ഒരിക്കലും ഞാൻ നിർത്തിയിട്ടില്ല. സ്തോത്രം. ഭാഷ അരമണിക്കൂർ പറയും, 30 മിനിറ്റ് പറയും, 20 മിനിറ്റ് പറയും. ഞാൻ പിന്നെയും 5-10 മിനിറ്റൊക്കെ എടുക്കുന്ന ഭാഷയോട് ഇന്ന് വീണ്ടും ക്ഷമ വഹിക്കുന്നു, സഭയോട് ക്ഷമ വഹിക്കുന്നു. പക്ഷെ നിങ്ങൾ ആ അധികം സമയങ്ങൾ അത് സഹിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് അനുഗ്രഹങ്ങൾ കാരണം വേറെ ഒന്നും എൻ്റെ കഥ മാത്രമല്ല അല്ലല്ലോ പറയുന്നത്. കർത്താവിനെ വചനമാകിയ സ്തോത്രം ചെയ്ത് അതിന് അനുഗ്രഹം ദൈവസഭയ്ക്ക് അന്ന് മുതൽ കർത്താവ് അധികമായി തരുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഇന്ന് പകരം ചെയ്യട്ടെ. ചിലപ്പം ഒരു 10 മിനിറ്റ് കൂടി പോട്ടെ. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയാണല്ലോ, അവസാനത്തെ ആണല്ലോ, അല്ലെ? ഈ വർഷത്തിൻ്റെ അവസാനമാണ്. അതും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വേഗത്തിൽ 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്വന്തം പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പകൽ എനിക്ക് നൽകിയ വചനം 2 തെസ്സലോനിക്കൽ എടുക്കണ്ട അതിനകത്ത് എടുക്കുന്നില്ല. സ്തോത്രം. 2 തെസ്സലോനിക്കൽ വിചാരിച്ച ഞാൻ വന്നത്. പക്ഷേ സ്തോത്രം ഞാൻ അതിനകത്ത് 3 അധ്യായം 2 തെസ്സലോനിക്കൽ ലേഖനത്തിൽ 3 അധ്യായം ഉള്ളൂ. 2-ാം അധ്യായത്തിൽ ഒരു വാക്ക് ഞാൻ മറന്നുപോയി. ഇംഗ്ലീഷ് ബൈബിൾ ആയതുകൊണ്ട് അത് തപ്പിയിട്ട് കിട്ടുന്നില്ല. പിന്നെ ആപ്പിനകത്ത് നോക്കാനുള്ള സമയം കിട്ടിയില്ല. സ്തോത്രം. അതുകൊണ്ട് പക്ഷേ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊന്ന് ചില കാര്യങ്ങൾ ഞാൻ വീട്ടിൽ എന്നോട് തന്നെ സംസാരിച്ചപ്പോൾ എൻ്റെ തന്നെ ശോധന ചെയ്തപ്പോൾ സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരികയാണല്ലോ, ഒരു മീറ്റിങ്ങിന് പോകാണല്ലോ, എന്നെ തന്നെ ശോധന ചെയ്തു. മാത്രമല്ല 2 ദിവസം കഴിഞ്ഞാൽ 1-ാം തീയതി തുടങ്ങുക പുതിയ വർഷം. കർത്താവേ, ഞാൻ 2 വർഷമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവോട് വചനം പുതിയ വർഷത്തിലേക്ക് കടക്കാൻ ഒരു വചനം എനിക്ക് നൽകണമേ, പുതിയ വർഷം ആ വചനം നടത്തണമെന്ന കാര്യം 2 വർഷമായിട്ട് ചോദിക്കാതെ ഇല്ലായിരുന്നു. അപ്പോൾ കർത്താവ് തന്നുമില്ല, ചോദിക്കാനൊന്നും തരുന്ന ആവശ്യമില്ല. പക്ഷേ ഈ ദിവസങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചിന്ത വന്നു. ദൈവാത്മാവ് ഇന്നലെ എനിക്കൊരു സംഭാഷണം തന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് പകൽ കർത്താവിൻ്റെ ആത്മാവ് എനിക്കൊരു സ്തോത്രം, അത് എൻ്റെ സ്റ്റാറ്റസ് ഞാൻ ഇട്ടു. സ്തോത്രം. എനിക്ക് നൽകിയ ഈ ഇന്നത്തേക്കും മാത്രമല്ല വരുന്ന ഒരു പുതിയ വർഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതിയിട്ടാണ്. സ്തോത്രം. എന്നോട് ദൈവാത്മാവ് ഇടപെട്ട മാത്രം ഉപവാസ പ്രാർത്ഥന 2-ാം പകൽ കർത്താവിന് സംസാരിക്കാനുള്ള ഒരു വാക്യമാണ് സങ്കീർത്തനം 29-15 വാക്യം. സങ്കീർത്തനങ്ങൾ 29-15. സങ്കീർത്തനങ്ങൾ 29 ഞാൻ പ്രാർത്ഥന ഉദ്ധരിച്ചു. യഹോവ തൻ്റെ ജനത്തെ ശക്തി നൽകുന്നു,
യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു. അപ്പൊ ശക്തിയും സമാധാനം ആണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ലോകത്ത് വേറെ എന്തൊക്കെയുണ്ടെങ്കിലും സമാധാനം ശക്തി ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല, നമുക്ക് നന്നായി അറിയാം. സ്തോത്രം. അവിടെ വചനം സംഗീതകാരൻ പറയാണ്, അത് യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകുന്ന ദൈവം. എവിടെയാണ് ബലഹീനരായിരിക്കുന്നോ അവിടെയാണ് ശക്തി പകരപ്പെടുന്നത്. എവിടെ അസ്വസ്ഥയോ അസമാധാനം ഉണ്ടോ അവിടെ തന്നെ സമാധാനം നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാകെ സ്തോത്രം ചെയ്യുന്നത്. യേശു താൻ തന്നെ പറഞ്ഞു, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കും, ബലപ്പെടുന്ന മാത്രമല്ല ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇന്ന് ഈ വർഷം, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ വാക്യം ഇന്ന് പകൽ ലഭിച്ചത്, ഇന്നലെ ഞാൻ ധ്യാനിച്ച ഒരു മനുഷ്യൻ്റെ പേരിൽ അടങ്ങപ്പെട്ട ദൈവശക്തി, അല്ലെങ്കിൽ ദൈവത്തിന് പേരിൻ്റെ അർത്ഥം കർത്താവ് ആദ്യമായിട്ട് തന്നെ ഒരു വാക്യമായിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ വർഷം കടക്കാൻ വേണ്ടി എസെക്കിയേൽ പ്രവാചകന്റെ പേരാണ്. എടുക്കണ്ട. എസെക്കിയേൽ പ്രവാചകന്റെ പേരിന്റെ അർത്ഥം ഞാൻ നോക്കിയപ്പോൾ സ്തോത്രം, ബൈബിളല്ല പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, ദൈവം ശക്തീകരിക്കുന്നു. അതും ഈ സ്തോത്രം സംഗീതം ഒന്നാകിയ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് സ്വതം വേറെ അല്ലല്ലോ തരുന്നത്. സ്തോത്രം. അപ്പോൾ വലിയ കർത്താവ് പറയാണ്, ഈ വർഷം ആ പേരിൽ എന്തടങ്ങിയിട്ടുണ്ട്? യഹോവ ദൈവം ശക്തീകരിക്കുന്നു. സ്തോത്രം. വരുന്ന ഒരു പുതിയ വർഷം ഓരോ നിമിഷവും, ഒരു ദിവസമല്ല, ഒരു ആഴ്ചയല്ല, ഓരോ നിമിഷവും ദൈവം നമ്മളെ ശക്തീകരിച്ച് അതേ സ്വന്തം നടത്തുമാറാകട്ടെ എന്ന് സ്വന്തം മുൻകൂട്ടി ഞാൻ ദൈവസഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനോട് ചേർന്ന് പറയുന്നത്, ദൈവം തന്റെ ജനത്തെ അതേ സ്വന്തം ശക്തി നൽകും, അവൻ സമാധാനം നൽകി നമ്മളെ അനുഗ്രഹിക്കും. അതിനും വലിയ കാര്യം പ്രാർത്ഥിച്ചപ്പോൾ രണ്ട് മൂന്ന് സഹോദരന്മാർ പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യം പാസ്റ്റർ പിന്നെ എടുത്ത് പറയുന്നത്, ഇന്നലെ വന്ന പാസ്റ്റർ പറഞ്ഞ കാര്യം വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസം. സ്വന്തം രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങനെ വരുമ്പോൾ പ്രശ്നമാട്ടോ. സ്വന്തം ഞങ്ങൾ അത് ശിഷ്യന്മാർ പ്രാർത്ഥിച്ച കാര്യമാണ്. പ്രശ്നം നല്ല കാര്യമാണ്, ആത്മീയ വിഷയത്തിൽ നല്ലതാണ്, പക്ഷെ ജീവിതത്തിൽ പ്രശ്നമാണ്. അതാണ് പ്രശ്നം. നമ്മുടെ ആത്മീയത്തിൽ നല്ലൊരു ഉദാഹരണം, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിക്കുന്ന വിഷയമാണ്, ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണം. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യും? നമ്മെ തകർക്കും. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ കർത്താവ് നമ്മളെ തകർക്കും. സ്തോത്രം. അതേ ഇന്ന് പകൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒന്ന് രണ്ട് മീറ്റിങ്ങിൽ പോയി പറഞ്ഞൊരു കാര്യമാണ്, നമ്മളെ തകർക്കുന്ന ദൈവമാണ്. സ്തോത്രം. സാധാരണ നമ്മൾ അതിലോ കേൾക്കാൻ നമ്മൾ പാടുന്നതല്ല, പക്ഷെ നമ്മളെ തകർക്കുന്ന ദൈവമാണ്. എന്തിനു വേണ്ടിയാ? ഞാൻ തകർപ്പെട്ടാലേ ഒരു ആത്മാവ് ജീവിക്കുള്ളൂ. നല്ലൊരു ഉദാഹരണം യേശു പറഞ്ഞു. സ്തോത്രം. ഗോതമ്പ് മണി നിലത്ത് വീണ് അയ്യോ അപ്പൊ പിന്നെ ചാകണ്ടേ? സ്തോത്രം. ഞാൻ പറഞ്ഞ വാക്യല്ലല്ലോ, യേശു പറഞ്ഞു. അപ്പൊ അതാണ്, ഞാനും നിങ്ങളും തകർക്കപ്പെട്ടാലേ ഒരു ആത്മാവ് രക്ഷ പ്രാപിക്കുള്ളൂ. ഇനി കർത്താവേ പ്രാർത്ഥിക്കണം, എൻ്റെ തകർച്ച നിമിത്തം അത് ഒരു ആത്മാവ് രക്ഷ പ്രാപിക്കുകയാണെങ്കിൽ, ഒരു കുടുംബം രക്ഷ പ്രാപിക്കുകയാണെങ്കിൽ, ഒരു സ്കൂളിൽ എൻ്റെ കൂട്ടുകാർ രക്ഷ പ്രാപിക്കുകയാണെങ്കിൽ, ഒരു ദേശം, ഈ പഞ്ചായത്ത്, ഈ മുനിസിപ്പാലിറ്റി രക്ഷ പ്രാപിക്കുകയാണെങ്കിൽ ഞാൻ സമർപ്പിക്കുന്നു. 2023 നാളെ കഴിയും. ഇന്ന് കർത്താവിന്റെ ആത്മാവ് ചോദിക്കുന്ന എത്ര പേർക്ക് ദൈവമക്കളെ അങ്ങ് ചെയ്യാൻ സാധിക്കും? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തന്നെയായിരിക്കും. ചത്താലോ? അപ്പൊ ഒന്ന് വീണാൽ സ്വതം നല്ല ഗുണം ഫലം ഉണ്ടാവും. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്വതം തകർക്കാൻ. എന്തിനാണ്? മറുവശം അതേ തകർക്കുമ്പോൾ ശക്തി നൽകുന്ന ദൈവം, തകർച്ചയിലും ശക്തി നൽകി തകർച്ചയിലും സമാധാനം നൽകുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. യോഹന്നാൻ പറയാണ്, 1 യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യം. 1 യോഹന്നാൻ. അവൻ നമുക്ക് വേണ്ടി, ആര്? യേശുക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തു. യേശുവിനെ പിൻപറ്റുന്ന, യേശുവിന് ശിഷ്യൻ, യേശുവിന് വിശുദ്ധൻ, യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ചെയ്യേണ്ട കാര്യം, നാമും ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള സകല വിശുദ്ധന്മാരും ചെയ്യേണ്ട കാര്യം ഞാനും. പിന്നെ എന്ത് ചെയ്യണം? അത് ഓർക്കെ വായിച്ചോ? സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കും. ഞാൻ ചിലയിടത്തൊക്കെ ഇപ്പോൾ പറയാറുണ്ട്, സ്വതം കസാലയിൽ വന്ന് ഇരുന്നാൽ, ഞങ്ങൾ പലയിടത്തും പോകുന്നതുകൊണ്ട് അറിയുന്ന കാര്യം, കസാലയിൽ വന്ന് ഇരുന്നാൽ ചില അച്ചായന്മാർ വന്നിട്ട്, അല്ലെങ്കിൽ ചേട്ടന്മാർ, അപ്പച്ചന്മാർ വന്നിട്ട് നോക്കും.
ഈ കസാല എന്താ ഇരിക്കുന്നത്. ആദ്യമായിട്ടേ പോയതാ. അപ്പോൾ കസാല കണ്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. ഇരുന്നപ്പോൾ അത് അവരുടെ സ്ഥലമാണ്, അവരുടെ കസാലയാണ്, അത് അവരുടെ കസാലയാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് തോന്നട്ടോ. എനിക്കറിയില്ല, പോട്ടെ, നമ്മുടെ ഇവിടെ ഇല്ലാത്തതിനായ സ്തോത്രം. അപ്പം അവർക്ക് കസാല പോലും വിട്ടു കൊടുക്കാൻ പറ്റില്ല, പിന്നെയാണ് പ്രാണൻ കൊടുക്കാൻ പോകുന്നത്. സ്തോത്രം. കർത്താവിന് പ്രാണനെ കൊടുക്കാൻ വേണ്ടി വേണ്ട, അവർക്ക് വേണ്ടി ഒന്ന് കരയാൻ, അവർക്ക് വേണ്ടി ഒന്ന് ഉപസിപ്പാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയും, ഞാൻ എൻ്റെ ജനത്തിന് ശക്തി നൽകുന്നത്, അതേ സമാധാനം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? വേറൊരു ജീവൻ പ്രാപിക്കുവാൻ, വേറൊരു ആത്മാവ് രക്ഷ പ്രാപിപ്പാൻ, വേറൊരു കുടുംബം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് കർത്താവ് അത് ആഗ്രഹിക്കുന്നത്. ഇന്ന് പലർക്കും പ്രാർത്ഥനയിൽ സ്തോത്രം അത് ദൈവാത്മാവ് കാണിച്ച ഒരു പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് കാണിച്ചത് ഒരു കൊക്കയെ വീണാൻ പോകുന്നില്ല കേട്ടോ, പേടിക്കണ്ട. സ്തോത്രം. ഒരു കൊക്ക കാണിച്ചു, കൊക്കയുടെ അടിയിൽ കൂടെ ട്രെയിൻ പോവാം. അങ്ങനെ പോയിട്ടുണ്ടോ? തൃശ്ശൂർ ഭാഗത്തൊക്കെ പോയിക്കാൻ 2 വർഷം വലിയ മലയാണ്, കൊക്കയുടെ അടിയിൽ കൂടെ ട്രെയിൻ പോകുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് നിന്നിട്ട് നോക്കിയപ്പോൾ ട്രെയിനാണ്. ഞാൻ എളുപ്പപ്പണിക്ക് എന്ത് ആദ്യമേ ചാടിയാൽ പറ്റുമോ? കൊക്കേന്നേ ട്രെയിൻ പോകുന്നു, ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി എളുപ്പപ്പണിക്ക് ഞാൻ ഇവിടുന്ന് ആ മേളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ ഞാൻ വണ്ടിക്കകത്ത് കയറുമോ? ഇല്ല. സ്തോത്രം. പ്രമാണമുണ്ട് അല്ലേ, അല്ലെങ്കിൽ രീതിയുണ്ട്. പ്രമാണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് രീതിയുണ്ട്, അതനുസരിച്ച് ചെയ്താലേ കയറാൻ പറ്റുള്ളൂ. എളുപ്പപ്പണി ഇവിടെയും ഇല്ല, പ്രമാണമുണ്ട്. സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്നത് അവനോട് അടുക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രമാണമുണ്ട്, ആരാധിക്കുമ്പോൾ പ്രമാണം ഉണ്ട്. സ്തോത്രം. ഒരു ഉപദേശം പോലെ എടുക്കണമെന്നില്ല. സ്തോത്രം. കാരണം പോലും നമ്മൾ ആരാധിക്കുമ്പോഴേ സ്തോത്രം പെട്ടെന്ന് പിശാചിൻ്റെ ഏതെങ്കിലും ഒരു ചിന്തയൊക്കെ വരും. അവൻ നമ്മളെ മുറുക്കി കെട്ടിയതും അസുഖം വന്നതും അല്ലെങ്കിൽ വേറെ ആൾക്ക് വേണ്ടി അസുഖം, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് വരുമെന്ന് നമ്മൾ പിശാചിനെ ശാസിക്കാൻ പോകും. ചിലപ്പോൾ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വതം ഈ ശാസിക്കാൻ പോകുമ്പോൾ കണ്ണ് തുറന്ന് കാണുന്ന പാസ്റ്റർമാർ, അനുഗ്രഹിക്കപ്പെട്ട പ്രായമുള്ള പാസ്റ്റർമാർക്ക് കണ്ണ് തുറന്ന് നോക്കാം, എനിക്ക് അഭിപ്രായം വ്യത്യാസമില്ല, അത് നോക്കട്ടെ, കാരണം അവർക്ക് കൃപയുണ്ട്. സ്തോത്രം. അപ്പോൾ അവരിങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒരു സഹോദരി ഇങ്ങനെ കാര്യമായി ശാസിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മുഖമൊക്കെ ആകെ ദേഷ്യം, കാരണം ശാസിക്കുമ്പോൾ ദേഷ്യം വരുമല്ലോ. ദേഷ്യപ്പെട്ടപ്പോൾ പാസ്റ്റർ അത് കഴിഞ്ഞിട്ട് ചോദിക്കുക, നീ ആരാധിക്കുകയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു? അല്ല എന്നോട് യുദ്ധം ചെയ്യായിരുന്നു. ആരാധനയും ശാസനം വേണ്ട. ഞാൻ എന്നൊരു ചില ബുദ്ധി ഉപദേശം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആരാധന പൂർണ്ണമായ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ. ഈ ഹൃദയം മാറിപ്പോകുമ്പോഴാണ് പെട്ടെന്ന് ചിന്ത വരുന്നത്. അപ്പം ആരാധന എവിടെ പോവും? തെന്നിപ്പോവും. കർത്താവിൻ്റെ പ്രസാദം ഉണ്ടാകുകയില്ല. സ്തോത്രം. അത് ഹാബേലിലും അവൻ്റെ യാഗത്തിലും അവൻ അല്പം തെന്നിപ്പോയുള്ളൂ. പക്ഷെ അല്പം തെന്നിപ്പോയോണ്ട് ദൈവപ്രസാദം ലഭിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്ന അവൻ്റെ ആ സ്തോത്രം അതേ പ്രമാണപ്രകാരം പോകാൻ വേണ്ടി കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നു. ശക്തി നൽകുന്ന എസെക്കിയേൽ പ്രവാചന ദിവസം 24-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം മുതൽ. എസെക്കിയേൽ പ്രവാചന ദിവസം 24-ാം അധ്യായം 3-ാം വാക്യം ഞാൻ ഒരു വെള്ളിയാഴ്ച തുടക്കമിട്ടായിരുന്നു. നമ്മുടെ ദൈവം അവൻ നല്ലൊരു പാചകക്കാരനാണ്. പാചകം അതിനെ കുറച്ചുകൂടി വിട്ടു വന്നോ, കാരണം അത് നമ്മുടെ ഒരു ദൂതല്ല. മത്സ്യഗ്രഹം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളല്ല. നീ ഒരു കുട്ടകം എടുക്കുക, അത് കട്ട് ചെയ്യാം. നീ ഒരു കുട്ടകം അടുപ്പത്ത് വെക്കുക, അത് വെള്ളം ഒഴിക്കുക. നല്ലൊരു ഷെഫ് എന്നറിയാലോ കുഞ്ഞുങ്ങൾക്ക്. ഷെഫ് നല്ല പാചകക്കാരനാണ്. യേശു പുതിയ നിയമത്തിൽ അവിടെ ചെയ്തു, അവിടെ പാചകം പറഞ്ഞില്ല. പക്ഷെ ഇവിടെ പാചക രീതി പ്രവാചകനോട് പറയാണ്. പ്രവാചകനായി ജനിച്ചവനല്ല അവൻ സ്വന്തം ഒരു അല്ലെങ്കിൽ പൗരോത്യ കുടുംബത്തിലാണ് ജനിച്ചത്. പൗരോത്യം ശുശ്രൂഷ അന്ന് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ കഴിക്കാനുണ്ട്, പേടിക്കേണ്ട, ഭവനമുണ്ട്. കാരണം ലേവ്യർക്ക് താവഴിയ ലഭിച്ചതാ. പക്ഷെ അത് വിട്ട് പ്രവാചകനാകുമ്പോൾ ഇന്നത്തെ പോലത്തെ അല്ല. അന്ന് പ്രവാചകനാകുമ്പോൾ ദൈവത്തിന് ശബ്ദം പറയുന്നുണ്ട്, കല്ലേറ് മാത്രമേ ഉള്ളൂ. യെശയ്യാവ് മരിച്ചത് തല വെട്ടിയിട്ടാണ്. നമ്മൾ വിചാരിച്ച 66 പുസ്തകം എഴുതി പ്രവചനം പോലെ എളുപ്പപ്പണിയാന്ന്. കൈമടക്കൊന്നുമില്ല. കൈമടക്ക് കിട്ടിയെന്താ? തലവെട്ടി. സ്തോത്രം. യെരമ്യാവോ വർഷങ്ങളോളം തന്നെ കാരാഗ്രഹത്തിൽ ഇട്ടു, കൊല്ലുവാൻ ശ്രമിച്ചു. താൻ എഴുതിയ പുസ്തകം രാജാവ് അതേ നെരിപ്പൊട്ടിയിലിട്ടു. നെരിപ്പൊട്ടി എന്ന് പറഞ്ഞാൽ തീയിൽ ഇട്ടു, വീണ്ടും എഴുതിപ്പിച്ചു. സ്തോത്രം. അപ്പോൾ എളുപ്പ ജീവിതമല്ല പ്രവാചകൻ. യഥാർത്ഥ പ്രവാചകന്റെ ജീവിതം. പണമൊന്നും കിട്ടൂല. ഉണ്ടാക്കിയവർക്കായ സ്തോത്രം. എനിക്കറിയില്ല, അല്ലാതെ വചനം പറഞ്ഞിട്ട് തന്നെ കിട്ടുന്നില്ല. പിന്നെ പ്രവചനം. സ്തോത്രം. പ്രവചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു. ആശ്വാസമുണ്ടോ? യെസ്, ആശ്വാസം. എന്താ ആശ്വാസം? ദൈവം എൻ്റെ കുറവ് കണ്ട് എന്നെ സ്തോത്രം ശുദ്ധീകരിച്ചല്ലോ.
ദൈവം എൻ്റെ കുറവ് കണ്ട് എന്നോട് സംസാരിച്ചല്ലോ, അല്ലേ? സ്കൂളിൽ കോളേജിൽ നല്ല മാർക്കോടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, A+ ഒക്കെ മേടിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു മാർക്കിന് തോറ്റാൽ, ഒരു മാർക്കിന് കുറഞ്ഞാൽ ടീച്ചർ എന്താ പറയുന്നത്? മക്കളെ, 100 മേടിക്കുന്ന ആള്, ബോയ്സ് 100 മേടിക്കാറുണ്ടോ? 100 മേടിക്കുന്ന ആൾ 99 മേടിച്ച ടീച്ചർ എന്ത് പറയും? നിങ്ങൾ പറ. അവർ പറയണ്ട, അവർക്ക് കഴിഞ്ഞാൽ നിങ്ങൾ പറ. അല്ല, നിങ്ങൾ പറയണ്ട, പറ. 100 മേടിച്ചിട്ട് വേണ്ട, 99 മേടിക്കുന്ന ആൾ, 90 മേടിക്കുന്ന ആൾ അടുത്ത പരീക്ഷയ്ക്ക് 1 മാർക്ക് കുറഞ്ഞു വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, 100 മേടിക്കുന്നവരെ 1 മാർക്ക് കുറഞ്ഞാൽ ചോദിക്കും, അനീഷേ എന്താ 1 മാർക്ക് ആര് കൊണ്ടുപോയി ചോദിക്കോ? വീട്ടിൽ വന്നാലും അപ്പനും അമ്മയും അത് ചോദിക്കും. എങ്കിൽ പിതാവായ ദൈവം ചോദിക്കില്ലേ? സ്തോത്രം. ആ 1 മാർക്ക് എവിടെ പോയി? ആ ഒരു കുറ്റം കാണിക്കുന്ന എന്തിനാണ്? ഞാൻ അവരുടെ സന്ധിയിൽ വിശുദ്ധിയോടെ ആയിരിക്കാൻ, ഞാൻ പൂർണ്ണനായിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. സ്തോത്രം. പക്ഷേ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം, സമാധാനം എന്താണ്? ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. എന്നെ അതാക്കും ഇതാക്കും എന്നല്ല, തലയല്ല വാലാക്കുന്ന വിഷയമല്ല, എൻ്റെ കുറവ് വെളിപ്പെടുത്തുന്ന ഒരു സർവശക്തനായ ദൈവം ഉണ്ടല്ലോ. അഗ്നിജ്വാലക്കുത്തവൻ എന്നെ കാണുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം, സമാധാനം. നമ്മോട് ഇടപെടുന്ന ഒരു ദൈവം. 99 ഉണ്ടായി, 1 പോയപ്പോൾ എങ്ങോട്ട് പോയി? അതിന് പുറകെ ഇടാൻ പോയി. സ്തോത്രം. 99 ആടുണ്ടായിരുന്നു, 100 ആട്, സോറി 100 പറയണ്ടേ, തിരുത്തണ്ടേ. 100 ആടുണ്ടായി, 1 പോയി. അപ്പോൾ 1 പോയപ്പോൾ അതിൻ്റെ പുറകെ പോകുന്ന നല്ല ഇടയൻ. ഞാനും നിങ്ങൾ ഒരു നേരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ കർത്താവ് വേഗം വരും. എങ്ങനെ? ആ വേഗമല്ല, വേഗം ഇടപെടും. അല്ലെങ്കിൽ നന്മ മുടക്കും. എന്തിനു വേണ്ടിയാ? ദൈവസന്നിധിക്ക് അറിയാൻ വേണ്ടിയാ. കരച്ചിൽ കാണുന്ന ഇഷ്ടപ്പെടുന്ന ദൈവമല്ല, പക്ഷേ എൻ്റെ മകൻ എന്നോട് കൂടെ വസിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് കണ്ണുനീർ തരും. അവിടെ തകർച്ച, സ്തോത്രം. ആ തകർച്ച വന്നാലേ ഞാൻ പണിയപ്പെടുള്ളൂ. ആ തകർച്ച വന്നാലേ ഞാൻ ശുദ്ധീകരിക്കപ്പെടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കഷ്ടത സഹിഷ്ണുതയും ആണോ? പ്രത്യാശ വരുന്ന വെറുതെ വരില്ല. വീട് കിട്ടിയാലോ വണ്ടി കിട്ടിയാലോ മക്കളെ എവിടെ പോയാലും, ഞാനും എവിടെ പോയാലും പ്രത്യാശ വരില്ല. പ്രത്യാശ എവിടെ വരണം? തുടക്കം കഷ്ടത. സ്തോത്രം. ഫീസ് അടയ്ക്കാണ്ട് പ്രശ്നം വരുമ്പോൾ പപ്പയുടെ പോയി വേഗം ചോദിക്കാൻ പാടില്ല. എന്തോരം ആദ്യം പ്രാർത്ഥിക്കണം, യേശു കർത്താവേ എനിക്ക് വേണ്ടി വഴി തുറക്കണം. ഒരു പെൻസിൽ, ഞങ്ങളെപ്പോഴും BBS ഒക്കെ പഠിപ്പിക്കാൻ പറയുന്ന ഒരു പെൻസിൽ, 5 രൂപയുടെ പെൻസിൽ മേടിക്കണമെങ്കിൽ, ലെക്സിയുടെ പേന മേടിക്കണമെങ്കിൽ പപ്പയോട് വേഗം പറയാതെ ആദ്യം പോയിരുന്ന് പ്രാർത്ഥിക്കണം. ഒരു വാക്ക് ഏത് കളറാ, ഏത് ടൈപ്പാ, സ്തോത്രം ചോദിച്ചിട്ട് വേണം പോയി മേടിക്കുവാൻ. വാശി പിടിക്കാൻ പാടില്ല. എനിക്ക് ഇതേ ഡ്രസ്സ് വേണം, അതേ അവൻ്റെ ചെറുപ്പം പോലെ എനിക്കും വേണം, അവൻ്റെ പോലെ എനിക്കും വേണം. ഇസ്രായേൽ മക്കളെന്നാ പറഞ്ഞത്, അവർക്കൊരു രാജാവുണ്ട്, ഞങ്ങൾക്ക് രാജാവ് വേണം. അവരുടെ ദേശം പോലെ ഞങ്ങളെയും, അവരെ പോലെ ഞങ്ങളെയും അതുപോലെ ആക്കാൻ വേണ്ടിയല്ല നമ്മളെ വിളിച്ചത്. അതിലും ശ്രേഷ്ഠമായി, അതിലും വലിയതായിട്ടാണ് കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നത്. വില ഉള്ളവരാണ്, അവരെ പോലെ ജാതികളെ പോലെ അല്ല. നാം അവന്റെ മുമ്പിൽ വലിയ കല്ലുകളാകിയാൽ അല്ലെങ്കിൽ ആത്മാക്കളാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം ഉണ്ട്. സ്തോത്രം. വായിച്ചോ, ഈ പ്രവാചകന് ആ അധ്യായത്തിൽ 2 വിഷയമുണ്ട്. തന്നെ ആദ്യം ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തി ശക്തീകരിച്ച് എന്തിനു വേണ്ടി? ഒരു ജോലി ചെയ്യുവാൻ. എന്താ ജോലി? കുട്ടകം എടുക്കണം, അതിൽ നല്ല കഷ്ടങ്ങൾ, എന്ത് സ്തോത്രം, ആടിന്റെ നല്ല കഷ്ടങ്ങൾ ഒക്കെ വെട്ടി മുറിക്കണം. എളുപ്പമണിയാണോ? അല്ല. കുട്ടകം 5 കിലോ 10 കിലോ വെയിറ്റുള്ള സ്തോത്രം സാധനങ്ങളൊക്കെ നിറയ്ക്കാനുള്ള കുട്ടകം. വെള്ളം ഒഴിക്കണം, സ്തോത്രം, അതിൽ കഷ്ടങ്ങൾ ഇടണം, തീ വെക്കണം. അപ്പൊ ശരീരത്തിൽ ദൈവാത്മാ തന്നെ ബലപ്പെടുത്തി. സ്തോത്രം. അതിലും ഘനമേറിയ വിഷയം 15 വാക്യം മുതൽ വായിച്ചേ. 15. അങ്ങനെയുണ്ടോ? പ്രവാചകന്മാർക്ക് അങ്ങനെ ദൈവം സംസാരിക്കും? ഞാൻ നിന്റെ കണ്ണിന്റെ ആനന്ദമായവളെ. ആരാണ് ആനന്ദം? അയ്യോ, ഞാൻ അത്രയും മലയാളം പഠിക്കാത്ത ആളാണ്. ഒട്ടും പഠിച്ചിട്ടില്ല. 6ാം ക്ലാസ്സിൽ ഞാൻ 1ാം ക്ലാസ്സിൽ മലയാളം പഠിച്ചത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ 1ാം ക്ലാസ്സിൽ മലയാളമാണ് പഠിച്ചത്. തോറ്റു വല്ലതല്ല, ഞങ്ങൾ പഠിക്കേണ്ടതിലായിരുന്നു. 6ാം ക്ലാസ് നാട്ടിൽ വന്നപ്പോൾ നാട്ടിലെ 1ാം ക്ലാസ്സാണ് പഠിച്ചത്. പിന്നെ മലയാളം പഠിച്ചില്ല, പിന്നെ സംസ്കൃതവും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചത്. എനിക്കത് വായിച്ചപ്പോൾ മനസ്സിലായല്ലോ. 20 വർഷം മുമ്പ് ഞാൻ ദൈവാത്മ ആലോചന തന്നപ്പോൾ
20 വർഷം മുമ്പേ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അർത്ഥം എന്താണ്. നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ നോക്കുന്നത്. നിന്റെ കണ്ണിൻ്റെ ആനന്ദം ആരാ ചോദിക്കേണ്ടത് ഇവിടെയാണ്, പക്ഷെ അവർക്ക് അറിയില്ലല്ലോ. നിങ്ങൾക്കേ അറിയില്ല, പിന്നെ അവർക്ക്. നിന്റെ കണ്ണിൻ്റെ ആനന്ദമായവളാരാ? കേട്ടില്ല, പറഞ്ഞോ. ഓ ഇത്രയും വിഷമമുള്ളൂ. എൻ്റെ ഭാര്യ അല്ലേ? നിങ്ങളാരും അങ്ങനെ അല്ലേ? നിങ്ങളാകെ ഒന്നുള്ളൂ, എൻ്റെ ഭാര്യ പോലെ. എന്നിട്ടും ഒന്നും മീൻസ് അങ്ങനെയല്ല, ആകെയുള്ള ഒരാളേ ഉള്ളൂ. ഇവർക്കൊക്കെ പിന്നെ ഉണ്ട് പങ്കുവെക്കാൻ. മക്കൾ ഇല്ലാത്തതുകൊണ്ടേ പറഞ്ഞോളൂ. സോറി, എൻ്റെ ഭാര്യ ഓടിച്ചത്. അപ്പൊ നിന്റെ കണ്ണിന്റെ ആനന്ദമായവിടെ ഞാൻ എന്ത് ചെയ്യും? ഒരേ അടിയാ, രണ്ടില്ല, ഒറ്റ അടിയാ ഞാൻ എന്ത് ചെയ്യും? കൊല്ലുന്നു. രാകേഷ് പാസ എവിടെ നിന്നും കൊള്ളുന്നല്ല. ഇന്നത്തെ നിങ്ങൾ വായിച്ചല്ലേ, പ്രവാചകന്മാർക്ക് അങ്ങനെയൊക്കെ അനുഭവമുണ്ട്. ആ അനുഭവം വെച്ച് ഒരു സാക്ഷിയായി തീരാൻ വേണ്ടി ഇത് കണ്ട് ജനം ദൈവത്തോട് വിളിക്കണം. കാരണം എങ്ങനെയാണ്? നാം ദൈവത്തിന്റെ ഭാര്യമാരല്ലേ, കാന്തയല്ലേ? ആ കാന്ത എന്ത് ചെയ്തു? അവൾ ജാതികളിൽ കാണുന്ന ഇഷ്ടങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവൾ ദൈവത്തെ വിട്ട് ജാതികൾക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്ലേച്ഛത അവൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കർത്താവിൽ നിന്ന് അകലാൻ തുടങ്ങി. പ്രാർത്ഥനയിലോ ഉപവാസമില്ല, കൂട്ടായ്മയിലോ ഒന്നുമില്ല. ഈ ലോകത്തിനായ കെട്ടുപാടുകൾ അവൾ എന്നിട്ട് കുടുങ്ങിപ്പോയി. സമയമില്ല, ആരോടും ചോദിച്ചാലും സമയം ഇല്ല. കർത്താവ് പറയാണ് അതിനൊരു സാക്ഷി, ഒരു ദൃഷ്ടാന്തം എങ്ങനെ എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ പോവാ എസെക്കിയേലേ. കാരണം നിന്റെ പേര് ദൈവം ബലപ്പെടുത്തുന്ന ദൈവമാകുന്നു, ദൈവം ശക്തിയിരിക്കുന്ന ദൈവമാകുന്നു. എൻ്റെ ശക്തി നിന്നിൽ പകർന്ന് അത് കാണിക്കാൻ വേണ്ടിയാ. അങ്ങനെ കാണിക്കാൻ ഈ കാലത്തും ഒരു മനുഷ്യനുണ്ടാവോ? പ്രവചനം മാത്രം പോരാ, അതിന് കൂടെ ഇത് കാണിക്കാൻ ഒരു മനുഷ്യനെ ദൈവം നോക്കുന്നു. അതുപോലെ സംഭവിച്ചു. ഞാൻ വായിച്ചു. അതിനും വലുത് മരിച്ചെങ്കിൽ മനുഷ്യന്മാർ കരയില്ലേ? ഒന്നെങ്കിലും 2 വർഷമോ 10 വർഷമോ ഒക്കെ ജീവിച്ചതല്ലേ, കരയാൻ പാടില്ല. ഇത്രയും ക്രൂരനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. എല്ലാ മക്കളെ സ്വന്തം അങ്ങനത്തെ ഒരു തകർച്ചയിൽ ദൈവത്തിൽ ചില പ്രവൃത്തിയുണ്ട്. ഞാൻ സർവശക്തന്റെ വകയാണ്, ഇനി താങ്കൾക്കുള്ളവർ. അങ്ങനെ വാക്യമുണ്ടോ? പൗലോസ് പറയുന്നു, ഇനി ഞാൻ എനിക്കുള്ളവരല്ല. ക്യാമ്പ് ഈ ദിവസം നോക്കെ PIPയുടെ ക്യാമ്പ്, CMന്റെ ക്യാമ്പ്, YPയുടെ ക്യാമ്പൊക്കെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടുത്തെ കുട്ടികളുടെ ക്ലാസ് 1-ാമത്തെ ദിവസം വന്നു. ഞാൻ എന്തിനാ വരുന്നത്? ഫാസ്റ്റായി ഞാൻ കുട്ടികളുടെ ക്ലാസ്, ഞാൻ എന്തിനാ ക്യാമ്പ് കാണണ്ടേ? ഈ 3 ദിവസം 25-ാം തീയതി തൊട്ട് ക്യാമ്പുകളായിരുന്നു. അറിഞ്ഞോ? ഇല്ല. ക്യാമ്പുകൾ ആ വിഷയങ്ങൾ സ്വത്രം വചനം ഞാൻ കേട്ടു. എന്നോട് ദൈവത്തിനാൽപ്പം സംസാരിച്ചു. കാരണം എന്താണ്? സ്വത്രം ക്യാമ്പിലാണെങ്കിൽ വചനം ദൈവത്തിൻ്റെയാണ്. അവരോട് ഇടപെടുന്ന പോലെ എന്നോട് ഇടപെട്ടു. സ്വത്രം അവനോട് പറയാം, നീ കരയാൻ പാടില്ല. പിന്നെയോ വേഗം ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു മനുഷ്യന് ഭക്ഷണം കൊടുത്താൽ പോലും അതുപോലെ കഴിക്കേണ്ടത്. ഇപ്പൊ ദൈവത്തിന്റെ കാഠിന്യം കാണിക്കുന്നത്. പക്ഷെ എന്താണ്? ഇസ്രായേൽ മക്കൾ അത്രയും കഠിനപ്പെട്ടവരായി. ഫറോനെ കാട്ടും ഹൃദയം കഠിനപ്പെട്ട് ദൈവത്തിന് അകന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അവരുടെ പാപം വലിയ വലിയ പാപങ്ങളാണ്. പക്ഷെ നമ്മുടെ പാപം അങ്ങനെ ആണോ? നമ്മുടെ കുറവ് അങ്ങനെ ഉണ്ടോ? പ്രാർത്ഥന കുറവുണ്ടോ? വർഷാവസാനമാണല്ലോ. ആരാധന കുറവുണ്ടോ? കുടുംബ പ്രാർത്ഥന കുറവുണ്ടോ? കൊടുക്കൽ വാങ്ങൽ കുറവുണ്ടോ? സുവിശേഷ വേലയിൽ കുറവുണ്ടോ? ചോദ്യം മാത്രമേ ഉള്ളൂ കേട്ടാ. സ്വത്രം വിധിപ്പാൻ ഞാൻ ആരുമില്ല. പക്ഷെ ദൈവാത്മാ വരുന്നോട് പറയുന്നുള്ളൂ. വായിച്ചോ. രാവിലെ സംസാരിച്ചു, വൈകിട്ട് ഭാര്യ പോയി. ദൈവപ്രവർത്തിക്കായി സ്തോത്രം, ദൈവത്തിന് വിശ്വസിക്കായി സ്തോത്രം. ദൈവം പറഞ്ഞ കാര്യം ഊവ ഊവ, അതിനും ഊവ എന്ന് പറയണം, അതിനും ആമയും പറയുന്നതാണ് യഥാർത്ഥ ഭക്തൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സംഗീതം പറഞ്ഞല്ലോ, അതേ ഹല്ലേലൂയ. അവന്റെ ഭക്തന്മാരുടെ മരണത്തിൽ അവൻ സന്തോഷിക്കുന്നു. അത് വിലയേറിയതാകുന്നു. വിലയേറിയ ഒരു സംഭവമാണ്. ദൈവത്തിന് മുൻപാകെ എന്ത് ഞാനും നിങ്ങളും ഭരിച്ച് അവിടെ ചെന്നത്. കാരണം എന്താണ്? നാം വിലയേറിയവരാകുന്നു. വി ആർ പ്രഷ്യസ്.
നമ്മളെന്ത് ചെയ്തു? വീണ്ടും കർത്താവ് ശുദ്ധീകരിച്ച് ബലപ്പെടുത്തി എൻ്റെ ഇവിടെ ഉപയോഗിക്കേണ്ട സമയങ്ങളൊക്കെ ഉപയോഗിച്ച് കർത്താവ് വീണ്ടും വിളിക്കുകയാണ് അങ്ങോട്ട് പോകാൻ. കാരണം നമ്മുടെ ദേശം അത് അവിടെയാ, നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിൽ ആയിരിക്കുന്നു. ഇവിടുത്തെ കാലം കഴിഞ്ഞ് പോകുന്നത് കർത്താവ് കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് രാകേഷ് വരുന്നത്, എപ്പോഴാണ് ശോശാമ്മ വരുന്നത്? നിങ്ങളെ പേര് ഞാൻ എടുക്കുന്നില്ല, സ്വത്രം ഞാൻ അത് പേടി സത്യം മക്കളെ സ്വത്രം. നമുക്കാ ഇവിടെ കർശനവും അയ്യോ പോണ്ട ഇനി മക്കളുടെ കാര്യം എന്ത് ചെയ്യും, വീട് എന്ത് ചെയ്യും, സ്വന്തം അതാ എന്ത് ചെയ്യും, ഇതാ എന്ത് ചെയ്യും. കർത്താവ് അവിടെ കണ്ണുനീരോടെ സ്വന്തം കരയാൻ ഇപ്പം ഞാൻ തേങ്ങിക്കൊണ്ട് ഞാൻ പറയട്ടെ, സ്വന്തം ആത്മാവിൽ തേങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയം സ്വത്രം. ഞാൻ ദൈവസഭ കർത്താവ് ഇന്നും കരഞ്ഞോണ്ട് നോക്കുന്ന എൻ്റെ ഇന്ന കൊച്ച് എപ്പോൾ വരും, എൻ്റെ ഇന്ന മകൻ എപ്പോൾ വരും. നമുക്ക് ഇന്ന് ലഭിച്ച ഒരു ആയുസ് ഒരു ദിവസം കിട്ടിയത് ഇവിടെ ഇരുന്ന് വേറെ പിന്നെയും കുറേ പദ്ധതി ചെയ്യാൻ വേണ്ടിയല്ല, നമ്മുടെ അവിടെ പോകാൻ പ്രാപ്തനാകാത്തതുകൊണ്ടാണ് ഇറ്റടിക്കുന്നത്. അവിടെ പോയാലേ കയറാൻ പ്രാപ്തനായിട്ടില്ല. കർത്താവ് കണ്ട ഒരു രൂപമുണ്ട്, ആ രൂപമായി തീരാത്തോണ്ട് വെച്ചിരിക്കുക, അല്ലാതെ നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല. പലരും ചിന്ത അങ്ങനെയാ അല്ല. അത് ഇപ്പോൾ IPC KC ജോൺ പാസ്റ്റർ ആയിക്കോട്ടെ, വത്സലേബ്രാം പാസ്റ്റർ ആയിക്കോട്ടെ, അവരെല്ലാം ആദരവോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ അവരെല്ലാം ഇപ്പോഴും പ്രായമായെന്നും ചെയ്യുന്നു പറഞ്ഞ് വലിയ കാര്യമൊന്നുമല്ല. സ്വത്രം എൻ്റെ കുറവുണ്ട്, ശുശ്രൂഷ തയ്ക്കുന്ന വിഷയം മാത്രമല്ല അതുകൊണ്ട്, പക്ഷെ മാത്രമല്ല അത് മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നത്. 2024 അതേസമയം ഞാൻ എൻ്റെ ജനത്തെ ശക്തീകരിച്ച് അവരെ ബലപ്പെടുത്തി സമാധാനം നൽകി ഈ ലോകത്തിൽ അതേ 2024 നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന ചില കാര്യമുണ്ട്. എന്ത്? പൂർത്തീകരിക്കാത്ത ചില ശുശ്രൂഷകൾ, കേറാത്ത ചില ഭവനങ്ങൾ, സുവിശേഷം പറയാത്ത ചിലരോട് 2024 കർത്താവ് ആയുസ്സും ആരോഗ്യവും ശക്തിയും അനുഗ്രഹങ്ങൾ നൽകാൻ പോകുന്നത് അതിനു വേണ്ടിയാണ് എന്ന് ഞാൻ ആത്മാവിൽ ദൂത് വ്യക്തമായി സ്പഷ്ടമായി പറയുന്നു. വേറെ ഒന്നിനു വേണ്ടിയല്ല. സ്തോത്രം. കർത്താവ് അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അതേസമയം യഹോവ തന്റെ ജനത്തെ സ്തോത്രം ശക്തി നൽകുന്നു, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തിന് അധിപതിയായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹം പ്രാപിച്ച് അത് ബലത്തോടെ കുതിരകളെ പോലെ പാസ്റ്റർ ഒരു ഇടയ്ക്ക് അത് എസെക്കിയേൽ പുസ്തകം 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞ ആ വാക്യം കൂടി, കുതിരയെ പോലെ ആക്കും, തുറകം പോലെ കുതിരയെ പോലെ. എന്താണ്? ഒരു ഇടയമ്മ സർവേ ആട്ടിൻകൂട്ടമാണ്. പക്ഷേ ആട്ടിൻകൂട്ടത്തെ ഞാൻ പിശാചിനെതിരായി പോരാടുവാൻ അവരെ കുതിരയാക്കും. ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്ത, ദൈവത്തിന് വേണ്ടി ഓടുന്ന, ക്ഷീണിക്കാതെ അത് മടുക്കാതെ അല്ലെങ്കിൽ മടുപ്പില്ലാതെ ഓടുന്ന ഒരു കുതിരയാക്കി ദൈവസഭയെ സ്വന്തം IPC പിനിയൻ ചെങ്ങന്നൂർ സഭയെ ആക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു എങ്കിൽ നമുക്കെന്താ തടസ്സം? കർത്താവിനോട് ചേർന്ന് പണിയോ. കർത്താവ് നമ്മളെ സഹായിക്കേണ്ട സമയം നൽകിയ പാസ്റ്ററോട് സഭയിൽ നന്ദിയിരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.